ഒരുപാട് പേര് ചോദിക്കാറുള്ള സംശയമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോറിൻ വെള്ളത്തിലൊക്കെ കുളിക്കുകയാണെങ്കിൽ അത് മുടിനെ ബാധിക്കും എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്ക് ഈ ക്ലോറിൻ ഉള്ളിൽ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഈ റൂട്ടിനെ എഫക്ട് ചെയ്യാന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട. കാര്യം റൂട്ട് ഉള്ളിലാണ്. നമ്മൾ ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പുറമേ നിൽക്കുന്ന ഹെയർ ഷാഫ്റ്റ് അല്ലെങ്കിൽ മുടിയാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഡാമേജ് ആവുന്നത്. നമ്മൾ ഉള്ളിലിരിക്കുന്ന റൂട്ടിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ നോർമൽ കേസുകളിലാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കഷണ്ടിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നം, അതായത് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ഉള്ളിലെ റൂട്ടിന് മെയിനായിട്ട് ഒരു പ്രശ്നം വരിക. അത്തരം പ്രശ്നത്തിന്റെ കൂടെ ഇത്തരം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടെ ചേരുമ്പം അത് അഗ്രവേറ്റ് അയക്കാം എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഈ ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചുകൊണ്ട് മാത്രമാണ് മുടി പോകുന്നതെന്നുള്ളതൊന്നും നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഇനീഷ്യലി ഉള്ള കുറച്ച് നാളുകളാണ് നമ്മൾ ആ ഒരു ബേസിക് കെയർ എല്ലാം കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പം നിങ്ങളുടെ ഡോക്ടർ അതിനെ എങ്ങനെ കെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു